കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത അവരുടെ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ഈ ചലച്ചിത്രം പ്രദർശിപ്പിച്ചത്. പ്രത്യേകിച്ച് കൗമാരക്കാർ പ്രണയത്തിൽ പെട്ടുപോകാതിരിക്കാനുള്ള ബോധവൽക്കരണത്തിനാണ് ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നാണ് ഇടുക്കി രൂപതയുടെ മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറയുന്നത്. ലവ് ജിഹാദ് എന്ന ഒരു പച്ച നുണയെ അധികരിച്ച് കേരളത്തിൽ നിന്ന് 30,000-ത്തിലധികം പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കി ISIS-ൽ ചേർത്തെന്നും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും എത്തിച്ച് ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കിയെന്നുമൊക്കെയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. അല്ലെങ്കിൽ ഇത്തരം പ്രചാരണത്തിൻ്റെ തുടർച്ചയിലാണ് ഈ ചിത്രം എടുക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ നടത്തിയ വ്യാജ പ്രചാരണത്തിൻ്റെ ചലച്ചിത്ര രൂപം ഇത് ദൂരദർശൻ അടുത്തിടെ പ്രദർശിപ്പിച്ചിരുന്നു. അത് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് കേരളത്തിൽ വലിയ എതിർപ്പ് വിളിച്ചു വരുത്തി. ഇടതുജനാധിപത്യ മുന്നണിയുടെയും ഐക്യമുന്നണിയുടെയും നേതാക്കൾ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി എതിർത്തു. കുടപ്പനക്കുന്നിലെ ദൂരദർശന ആസ്ഥാനത്തേക്ക് DYFIക്കാർ മാർച്ച് നടത്തി. ഇതൊക്കെ സംഭവിച്ചു. ഇതിനൊക്കെ പുറകെയാണ് ഇടുക്കി രൂപതയുടെ ദ കേരള സ്റ്റോറി പ്രദർശനം എന്ന വാർത്ത. അവരിങ്ങനെ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ ഇടുക്കി രൂപതയുടെ വിശ്വാസോത്സവത്തിൽ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ എന്തെങ്കിലും പ്രശ്നം ദൂരദർശൻ്റെ കാര്യത്തിൽ എതിർപ്പുന്നയിച്ച രാഷ്ട്രീയ നേതാക്കൾ പ്രകടിപ്പിച്ചതായിട്ട് കേട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സഭാ നേതൃത്വത്തെ അലോസരപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവരിത് പറയാത്തത്. വ്യാജ പ്രചരണം, അതും കേരളത്തിലെ ജനതയെ ഭിന്നിപ്പിക്കാൻ പാകത്തിലുള്ള കൊടിയ വിഷത്തിൻ്റെ കൂട്ട് പ്രചരിപ്പിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും അതാരായാലും എതിർക്കപ്പെടണം. ദൂരദർശനായാലും കൊള്ളാം, സഭാ നേതൃത്വമായാലും കൊള്ളാം, സഭയുടെ കീഴിൽ നടത്തുന്ന ഏതെങ്കിലും ഉത്സവങ്ങളുടെ ഭാഗമായിട്ടായാലും കൊള്ളാം, എവിടെയായാലും ഇത്തരം പ്രചാരണങ്ങൾ, വർഗീയ വിദ്വേഷം വളർത്താൻ പാകത്തിനുള്ള ഇത്തരം പ്രചാരണങ്ങൾ എവിടെ നടന്നാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ മാത്രം ഇത് പ്രദർശിക്കുമ്പോൾ എതിർക്കുകയും ചിലയിടങ്ങളിൽ പ്രദർശിപ്പിക്കുമ്പോൾ എതിർക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം നുണപ്രചാരണങ്ങളുടെ കാര്യത്തിൽ ഈ മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കക്ഷികൾക്ക് എന്താണ് നിലപാട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഈ വേറൊരു കാര്യം, കത്തോലിക്ക സഭ ഈ സിനിമ പ്രദർശിപ്പിച്ചത് അത് വലിയ അത്ഭുതമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ലവ് ജിഹാദ് എന്ന വ്യാജം അതിൻ്റെ പ്രചാരണം തുടങ്ങിയ കാലത്ത് ഈ സിനിമയൊക്കെ ഉണ്ടാകുന്നതിന് ഏതാണ്ട് ഒരു ദശകം മുമ്പാണ് ലവ് ജിഹാദ് എന്ന വ്യാജം കേരളത്തിലും കർണാടകത്തിലും, കേരളത്തിലാണ് അത് ആദ്യം പ്രചാരണം തുടങ്ങിയത്, പിന്നീട് അത് കർണാടകത്തിൽ, പിന്നെ ഉത്തരേന്ത്യയിൽ, അങ്ങനെയാണ് അതിൻ്റെ വളർച്ച ഉണ്ടായത്. ഈ വ്യാജത്തിൻ്റെ ഈ വർഗീയ വിദ്വേഷം ജനിപ്പിക്കാനുള്ള വിഷപ്രചാരണം ആദ്യം തുടങ്ങുന്നത് കേരളത്തിൽ നിന്നാണ്. അന്നത് തുടങ്ങിയപ്പോൾ ആദ്യം ഈ സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള ഒരു ഒന്നോ രണ്ടോ വെബ്സൈറ്റുകളാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനെ ഇതാ ലവ് ജിഹാദ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. അത് പിന്നെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ പുറകെ ഈ ലവ് ജിഹാദ് എന്ന വ്യാജത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ച് കാണിച്ചത് കേരളത്തിലെ കത്തോലിക്ക സഭയായിരുന്നു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ മുഖമാസികയാണ് അന്ന് ലവ് ജിഹാദിനെ സ്ഥാപിക്കാൻ പാകത്തിനുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. അന്നത്തെ ലേഖനത്തിൽ അവർ പറഞ്ഞത് 4,500ഓളം പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നാണ് ആ ലേഖനത്തിൽ സാധൂകരിക്കാൻ ശ്രമിച്ചത്. മുസ്ലിം ചെറുപ്പക്കാർ പ്രണയം നടിച്ച് ഇവരെ കൂടെ കൂട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന ആക്ഷേപമാണ് അന്ന് ഈ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ മുഖമാസിക ഉന്നയിച്ചത്. കേരളത്തിൽ അത്തരത്തിൽ ഒരു കേസ് പോലും ഇല്ല എന്ന് ഇത് സംബന്ധിച്ച് പിന്നെ ഹൈക്കോടതിയിൽ കേസ് വന്നു. ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി ഇത് ഭയങ്കര ഗുരുതരമായ പ്രശ്നമാണ്, ഇത് സമൂഹത്തെ ബാധിക്കുന്ന രോഗമാണ്, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അന്വേഷിക്കണം, എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും റിപ്പോർട്ട് നൽകണം എന്നൊക്കെ പറഞ്ഞു. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും, കേരളത്തിലെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും പിന്നീട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അവരുടെ ജില്ലകളിൽ ഒരു കേസ് പോലും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് അവർ കൊടുത്തത്. മാത്രമല്ല, ഈ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള കണക്കുകൾ പലതും അടിസ്ഥാനമില്ലാത്തതായിരുന്നു, യാതൊരു ബേസും ഇല്ലാത്തതായിരുന്നു. ചിലതൊക്കെ പെൺകുട്ടികളെ കാണാതായ പല കേസുകളും ഇവർ അവതരിപ്പിച്ചത് ചിലരൊക്കെ അതിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയോ ചിലർ തിരിച്ചു വരികയോ ചിലർ വേറെ സ്ഥലങ്ങളിൽ ജീവിതം ആരംഭിക്കുകയോ ഒക്കെ ചെയ്തതായിട്ട് പിന്നീട് വെളിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊരു വ്യാജ പ്രചരണമായിരുന്നു. അതിനെ സ്ഥാപിച്ചെടുക്കാൻ സംഘപരിവാറിനെ പോലെ തന്നെ പണിയെടുത്തിരുന്നു കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് എന്ന് പറയുന്ന സംഘടന. ഇത് ഹൈക്കോടതി അറിയിച്ചു. 14 ജില്ലാ മേധാവിമാരും റിപ്പോർട്ടായിട്ട് ഹൈക്കോടതി അറിയിച്ചു ഇങ്ങനൊരു കേസ് പോലും നിലവിലില്ല എന്നുള്ളത്. പിന്നീട് NIA അന്വേഷിച്ചു.
എന്നെ അന്വേഷിച്ചിട്ട് എന്നെയും കോടതിയിൽ പറഞ്ഞു ഇങ്ങനൊരു കേസ് നിലവിലില്ല എന്ന്. ലോക്സഭയിൽ ചോദ്യമുണ്ടായി, അതും BJP സർക്കാർ അധികാരം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കെ ലോക്സഭയിൽ ചോദ്യമുണ്ടായി. രാജ്യത്ത് ലവ് ജിഹാദ്, കേരളത്തിൽ സവിശേഷമായും ചോദ്യമുണ്ടായി. ലോക്സഭയിൽ പറഞ്ഞ മറുപടിയും ഒരു കേസ് പോലും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ 4500 പെൺകുട്ടികളെ കാണാതായി എന്ന വ്യാജ കണക്കുദ്ധരിച്ച് ലവ് ജിഹാദിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച സഭയുടെ അധികാരികൾ, കാത്തലിക്സ് ബിഷപ്പ് കോൺഫറൻസിൻ്റെ മുഖമാസിക എന്ന് പറയുമ്പോൾ ചെറിയ ആളുകളൊന്നും ആയിരിക്കില്ലല്ലോ അതിൻ്റെ പത്രാധിപ സമിതിയിലൊക്കെ ഉണ്ടാവുക. അവരാരെങ്കിലും ഞങ്ങൾ അന്ന് പറഞ്ഞത് തെറ്റായിരുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറയാൻ തയ്യാറായതേയില്ല. അതായത് ഇത് ആ വ്യാജ പ്രചരണം അതിൻ്റെ വഴിക്ക് നടന്നുകൊട്ടെ, അതിന് ഞങ്ങളുടെ വക ഒരു സംഭാവന കിടന്നോട്ടെ എന്ന മനോഭാവം അവരിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം. ഇതിൻ്റെ തുടർച്ചയിലാണ് മുസ്ലിം വിരോധം വളർത്തുന്ന സംഘ അജണ്ട നടപ്പാക്കാൻ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാസ പോലെയുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മകളുണ്ടാകുന്നത്. കൃസംഖികൾ എന്ന പേരിൽ അറിയപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ മനോഭാവമുള്ളവർ സഭാംഗങ്ങളിലും സഭയുടെ നേതൃത്വത്തിലുമൊക്കെ വളർന്നു വരുന്നു. ലവ് ജിഹാദിന് പുറമെ നാർക്കോട്ടിക് ജിഹാദ് കൂടിയുണ്ട് എന്ന് പ്രസംഗിച്ചത് പാലാ ബിഷപ്പാണ്, പാലാ രൂപതയിലെ ബിഷപ്പാണ്. അതും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രസംഗിച്ചു എന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടത്. സഭാംഗങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗം എന്നാണ് അത് വിശദീകരിക്കപ്പെട്ടത്. അങ്ങനെ ഒരു പ്രസംഗത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു വ്യാജം, ഇങ്ങനെയൊരു കള്ളത്തരം, വർഗീയ വിദ്വേഷം ജനിപ്പിക്കാൻ പാകത്തിലുള്ള ആരോപണം എങ്ങനെയാണ് പാലാ ബിഷപ്പിനെ പോലെ അധികാരസ്ഥാനത്തുള്ള ഒരാൾ നടത്തുക എന്ന ചോദ്യം ഗൗരവത്തിൽ അന്ന് ഉന്നയിക്കപ്പെട്ടില്ല. ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് അതേക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അന്ന് ഈ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ പാലാ ബിഷപ്പിനെ തള്ളിപ്പറയാനോ വ്യാജ പ്രചരണം നടത്തിയതിന് അദ്ദേഹത്തിൻ്റെ മേൽ നിയമ നടപടി സ്വീകരിക്കാനോ സംസ്ഥാനത്തെ സർക്കാർ ഭരണകൂടവും തയ്യാറായില്ല. അങ്ങനെ ഒരു ആവശ്യം അന്ന് പ്രതിപക്ഷത്തിനും ഉണ്ടായില്ല. ഇതിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് വേണം നമ്മൾ കേരള സ്റ്റോറിയുടെ സിനിമ, കേരള സ്റ്റോറി എന്ന സിനിമ ഇടുക്കി രൂപതയുടെ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രദർശിപ്പിച്ചതിനെ കാണാൻ. ബോധവൽക്കരിക്കേണ്ടത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകണം എന്ന ബോധ്യം സഭാ നേതൃത്വത്തിലുള്ളവർക്കുണ്ടാവണം. ഇല്ലെങ്കിൽ അത് നുണകളുടെ അടിസ്ഥാനത്തിലാണ് ബോധവൽക്കരണം നടത്തേണ്ടത് എന്നാണ് അവർ വിചാരിക്കുന്നത് എങ്കിൽ സഭാ നേതൃത്വത്തിലിരിക്കാൻ യോഗ്യരാണോ എന്നുള്ളത് സഭയിലെ മതനിരപേക്ഷ ബോധ്യമുള്ള, മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സഭയിലെ അംഗങ്ങളാണ് ആലോചിക്കേണ്ടത്.